Hey guys, my name is Inder. Hi everyone, this is Shweta And welcome to our. channel. So it's time for next scene from movie Vasa 2. Let's watch it. Yeah. जा रहे दोनों. പെട്ടെന്നൊക്കെ വന്നേക്കണടാ പൊന്നു മോനെ. നീ ഞങ്ങളെ മിസ് ചെയ്യോടാ. ഇവര് കൊറ വർത്തമാനം പറയില്ല എന്നെ അവിടെ ഒറ്റയ്ക്കാക്കി ഇടും. എന്റെ ഹാഷറ നീ ഒന്ന് ടെൻഷൻ ആവാതിരിക്കേ. ഇടയ്ക്ക് നീ വീട്ടിലേക്കൊക്കെ ഒന്ന് പോണേടാ. Okay. ആ പിന്നെ എന്താടാ നീ ഹാഷനെ എടുത്ത് പറഞ്ഞിട്ട് തന്നെ ഇറങ്ങിയത്. നീ അപ്പൊ ഇതുവരെ മിണ്ടിയില്ലേ? അത് വിടു നീ. അതെ ഈ പ്ലെയിനിൽ നിന്ന് പലതും കിട്ടും, അതൊന്നും വാങ്ങിച്ചു തിന്നാൻ നിൽക്കരുത്, വെറുതെ വയറേ ഇടാവും. ഞാനൊരു 3 കുപ്പി അരിഷ്ടം ബാഗിൽ വെച്ചിട്ടുണ്ട്, അത് കഴിച്ചോളാം, വയറ് നല്ല ശുദ്ധിയാവും കേട്ടോ. പെട്ടെന്ന് വന്നേക്കണ സമയായി പോലെ ചെല്ല്. മോനെ വിഷമിക്കുന്ന അച്ഛൻ കൂടിയില്ലേ, പോയിട്ട് വാ. अरे अब ये अकेला रहेगा. Yes. എന്താടാ പെട്ടെന്ന് കേസ് എടുത്തോണ്ട് വരൂ. എടാ എനിക്ക് വിഷമൊന്നുമില്ലടാ, ഒരു സാധനം തരാനാ വാടാ. എന്ത് വെച്ചടാ? അവനെ ചിലപ്പം അവന്റെ കൂളിംഗ് ഗ്ലാസോ മാലെന്തോ തരാനായിരിക്കും, ഇങ്ങോട്ട് വരാൻ പറഞ്ഞു. അതെ അളിയ, ലഗേജിന് ഭയങ്കര വെയിറ്റ്, ഇത് നീ കൊണ്ടുപോ. പെട്ടെന്ന് വിളി, ഫ്ലൈറ്റ് സമയമായി. വിളിച്ചോളാം, പെട്ടെന്ന് പോ, പെട്ടെന്ന് പോ. Wait, ज़्यादा हो गया. उसने दिया था. Return दे दिया उसको. ഒന്നും ഇല്ലാതെ അങ്ങോട്ട് ചെന്ന ഉമ്മ തന്നെ വീട്ടിൽ കയറ്റത്തില്ല. അവനെ തിരിച്ചെടുത്ത് തരുമല്ലോ അല്ലേ? പിന്നെ അവനിങ്ങ് തിരിച്ചെത്തിയ അപ്പൊ തന്നെ എടുത്തു Gold gaya पूरा. അവൻ എന്ന് വരും? वो पता नहीं. ക്ലാസ് ഒക്കെ കഴിയണ്ടേ, ഒരു 4 കൊല്ലം കഴിയുമ്പോ എത്തും. പതിരങ്ങള് 4 കൊല്ലമോ? നല്ല തണുപ്പല്ലേ? ഭാഷയാണ് ഒരു വിഷയം. നിനക്ക് പിന്നെ ഇംഗ്ലീഷിന് ബി പ്ലസ് ഉള്ളതുകൊണ്ട് കുഴപ്പം കാണൂലല്ലേ? ബി പ്ലസും ബിയും തമ്മിൽ എന്താണ് വ്യത്യാസം? കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ നാക്കിന്റെ ആവശ്യമൊന്നും ഇല്ല, കൈയും കാലും ഒക്കെ ഉണ്ടല്ലോ. കോക്കറി കാണിച്ചിട്ടായാലും സായിപ്പിനെ കാര്യം പറഞ്ഞ് മനസ്സിലാക്കണം. അപ്പൊ പിന്നെ പരീക്ഷയ്ക്ക് നീ എന്തോ ചെയ്യും? കോക്കറി വരെ ചോദിക്കൂ? എടാ അതിന് നമ്മളെ ക്ലാസ്സിൽ ഫുള്ള് ഫോറിനേഴ്സ് അല്ലേ, ഇംഗ്ലീഷ് ഒക്കെ നമ്മൾ ഈസി ആയിട്ട് പഠിക്കും. Okay. നമ്മള് പൊളിക്കും പൊളിക്കും. Okay. मेरे को ऐसा क्यों लग रहा है स्ट्रगल करने वाले बहुत. വിളിക്കേ. അവിടെ ചെന്ന വലിയ കോളേജും സൂപ്പർ സൗകര്യങ്ങളൊക്കെ ആയിരിക്കും. ഞാൻ ഇവിടെ ഏതെങ്കിലും ട്യൂഷൻ സെന്ററിലും നിന്റെയൊക്കെ ടൈമടാ. Okay. ക്ലാസ്സിലൊക്കെ നിറച്ച് ബ്രിട്ടീഷുകാർ പെണ്ണുങ്ങളായിരിക്കും. എനിക്കിവിടെ ആരെങ്കിലും ഒന്ന് സെറ്റാക്കി തരണേടാ. നമുക്ക് കിട്ടിയില്ലെങ്കിൽ നിനക്ക് സെറ്റാക്കി തരും. ഓരേ, താങ്ക് യു. ब्रिटिश लड़कियां देख. ബ്രോ കേറിപ്പോരെ, എന്തായാലും ടെൻഷൻ. ബ്രോ ഹാപ്പി അല്ലേ? ഹോം സിക്നസ് ഒന്നും വേണ്ട കേട്ടോ, നമ്മുടെ നാട് പോലെ തന്നെയാ. ഇവരെല്ലാം നമ്മുടെ പിള്ളേരും. ഇവിടെ ഇങ്ങനെ തന്നെ അല്ലേ? There are different theories about social moments. The following are the important theories. ശരിയാ, ശരിയാ. അർച്ചന, സാറേ നീ മൂന്ന് വയ്ക്കാൻ പോകണം. വെറുതെ സാറേ ജീവിതം പ്രശ്നമുള്ള സാറേ മര്യാദയ്ക്ക് ക്ലാസ് വെച്ചിട്ട് പോയാൽ. അപ്പൊ നമ്മളെന്താ പറഞ്ഞോളെ? Second one is Mancune-Olson's theory. Okay, God. Oh, she is a teacher. टीचर तो नहीं है, अभी तो उसका खत्म हुआ है जस्ट. അട
അന്ന് അങ്ങനെയൊക്കെ സംഭവിച്ചു പോയി. ശരിക്കും കയ്യിൽ നിന്ന് പോയി. നിനക്ക് എന്നെ ഇഷ്ടമെന്ന് അറിഞ്ഞില്ലെങ്കിൽ ഞാൻ ഇതിലൊന്നും പോയി ചാർത്തില്ലായിരുന്നു. കോഇൻസിഡന്റ്. പടച്ചന്റെ ഓരോ കളികളെ. അല്ലേ ഞാനും നീ ഒരേ സ്ഥലത്ത് വരൂലല്ലോ അല്ലേ? പക്ഷെ ഞാനോട് പഠിപ്പിക്കാവുന്നതാ. അങ്ങനെയാണെങ്കിൽ നമുക്ക് കോഫി അടിക്കാൻ പോയാലോ? എനിക്ക് കോളേജിൽ പോണം. ശരി. ഈ കിട്ടുന്ന സമയം വല്ല നീ പഠിക്കാൻ നോക്ക്. കോഫിയും കുടിച്ച് നടക്കാണ്ട്. അലനെ എപ്പോ വേണേലും കാണാടാ. ഇവിടെ 12 മൈലേ ഉള്ളൂ. സിമ്പിൾ ആയിട്ട് പോയിട്ട് വരാം. പക്ഷെ ഇവിടുന്ന് 8514 കിലോമീറ്റർ ഉണ്ട്. ഞാൻ ജോബ് വേക്കൻസി ഹിയർ 100% ഹാർഡ് വർക്ക് മാൻ. No jobs for Indians. Get out. I eat vegetable. I know vegetable. I sell vegetable. Thank you. Ma'am, all says I know. I work 100% sure. Sorry, now get out. Ma'am, I'm a good alcoholic. What? Alcoholic. You idiot, get lost. ജോലിക്ക് വേണ്ടി കിടന്ന് ഓടുന്നത്. ഇനിയും ജോലി കിട്ടില്ലെങ്കിൽ നമ്മൾ പെടും. കയ്യിലാണെ 5 പൈസ ഇല്ല. ഇനി എന്തോന്നും പറഞ്ഞ് വീട്ടിൽ പൈസ ചോദിക്കും. ഇന്ത്യക്കാരെ കാണുമ്പോഴേ ഓടിച്ചു വിടിയല്ലേ. लैपटॉप लेके बैठा नहीं लोग दिख रहे हैं. ये फुल डिप्रेशन में लग रहा है. उन्होंने लग रहा है क्यों आ गए. ഇതോടെ അച്ചാഴ തിന്ന് തീർക്കല്ലേ. നിന്റെ ഇക്കാർക്ക് അടുത്ത വർഷം UK പോകുമ്പോ കൊണ്ടുപോകുന്നതാ. വന്ന അന്ന് മുതൽ ഓടയാണ് ബ്രോ. ഇതുവരെ ഒരു പണിയും സെറ്റ് ആയില്ല. എന്തേലും നടക്കൂ ബ്രോ. പറഞ്ഞത് എനിക്ക് മനസ്സിലായി. പക്ഷെ ഞാൻ തന്നെ എന്റെ ഭാര്യയുടെ സ്പോർട്സ് വിസയിൽ വന്നതാണ്. അതുകൊണ്ടൊക്കെയാ പിടിച്ചേക്കുന്നത്. പിന്നെ ബ്രോയ്ക്ക് NHS സർട്ടിഫിക്കേഷനും ഇല്ലല്ലോ. എന്തേലും വഴിയുണ്ടോ ബ്രോ? ഒരു വല്യപ്പനെ നോക്കാൻ പറ്റുമോ? ഒരു പരട്ട കലിപ്പം കിളവനും ഓർമ്മയില്ലാത്തൊരു ഇവിടുത്താരല്ല. സംഭവം കുറച്ച് ഇല്ലീഗലാണ്. NHS വരെ തള്ളിക്കളഞ്ഞൊരു കപ്പിളിനെ നോക്കണം. പിടിച്ച എന്തായാലും പണി നോക്കണോ? എന്ത് വള്ളി വേണമെങ്കിലും പിടിക്കാൻ തയ്യാറായിട്ടുള്ള മാനസിക അവസ്ഥയിലാണ് ബ്രോ ഞാൻ. എനിക്ക് എങ്ങനെയും കുറച്ച് പൈസ ഉണ്ടാക്കിയിട്ട് ഇവിടുന്ന് UK പോകണം കണ്ടാണ്. UK ലുമാളിലൊക്കെ ഒന്ന് കറങ്ങാം. പക്ഷെ അവിടെ സാധനം ഒന്നും മേടിക്കാൻ നിൽക്കില്ല. ചേച്ചിയൊക്കെ കൊണ്ട് തിരിച്ചു പോരണം. ये घोड़े देख रहा है. Boo-boo. Hey, what are you doing? I'm trying to love and care. Don't make any noise, nigga. Huh? You get me? Oh. You get me? निकल बोलो तो. गंदा फंसे रे लोग. ഹലോ പ്ലംബർ. अरे रे रे.
Okay. Smooth. Easy. Oh yes. You bloody idiot! Call the electrician! Hello? Electrician? सेम बंदा तुमको रेफरेंस नहीं अब सब कुछ है सब कुछ Bro, here? മലയാളത്തിൽ പറഞ്ഞാൽ മതി മോനെ. നാട്ടിലെവിടെ ഏട്ടാ? इधर इसकी आशिकी चल रही है अरे पढ़ाई कर ले गिरना जा उसके ऊपर सारा മിസ്സേ ഗുഡ് മോർണിംഗ്. ആ ബ്ലോക്കൊക്കെ ഒന്ന് മാറ്റിയാൽ കൊള്ളായിരുന്നു. എന്തിന്? അടി. മിസ്സേ. സാർ ഗുഡ് മോർണിംഗ്. ടീച്ചർ ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. മോർണിംഗ്. ഈ ചുടുകാട്ടിരിക്കാനൊന്നും എനിക്ക് വയ്യ. അച്ഛൻ്റെ അടുത്ത് പറ. ഞാനെന്ത് പറയാനാ, നീ ഒറ്റയ്ക്കില്ലല്ലോ, സജിനും ഇല്ലേ ഇവിടെ? അവന് പറ്റുമെങ്കിൽ എനിക്ക് പറ്റൂല. നീ ഇപ്പൊ അങ്ങോട്ട് പോയല്ലേ ഉള്ളൂ. അമ്മ വിളിക്കുന്നു. ओ ഭയങ്കര ബോറടിയല്ലേ അവിടെ. നാട്ടിലായ പോലും ഞാൻ അങ്ങനെ വെറുതെ നിൽക്കാറില്ല, നിനക്കറിയാല്ലേ. എന്തെങ്കിലും ഒക്കെ ചെയ്തോണ്ടിരിക്കും. प्लांट वाशिंग That's not your food. That's for my horse. You understand? But it is tasty. Idiot. ഇത് നോക്കി പഠിച്ചത് എനിക്ക് ഈസി ആയിട്ട് കോപ്പി ഒന്നും വിട്ട് നശിപ്പിച്ചേക്കല്ലേ. ഇല്ല. എന്തെങ്കിലുമൊക്കെ ഡൗട്ട് വരാണെങ്കിൽ നീ ചോദിച്ചാൽ മതി, ഞാൻ പറഞ്ഞുതരാം. അങ്ങനെയാണെങ്കിൽ ഞാൻ രാത്രി വിളിച്ചോളാം. എന്തിന്? എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ക്ലിയർ ചെയ്തിരിക്കാലോ. പിന്നെ എനിക്കൊരു കാര്യം പറയാനുണ്ട്, മേലെ ഇമാതിരി വൃത്തിയുടെ സൗണ്ട് ഉണ്ടാക്കരുത്. എന്ത് പറ്റി? ഭയങ്കര വെയിലും മുടിഞ്ഞ വെച്ചാ മതി. ബെസ്റ്റ്. അത് വെച്ചാ മുടിയൂടെ പോവും. അതല്ലേലും പോവും. ഇതിന്റെ അച്ഛന്റെ മുടിയാണ്. മേരാ ചോട്ടാ ഭയ്യ അൽ ബിസ്കിറ്റ് കുല്ല് ഷെയർ ക്ലാസ്. जम गया है. ठीक है उसने देखा ना उसके डैड को पैसे के लिए स्ट्रगल हो मांग रहा है इसने नहीं देखा है സംരംഭം കണ്ടൂടെ? എടാ പുല്ല 12 മൈൽ നടക്കണം, കൈ കാശില്ല. എന്തോന്ന് പിള്ളേരിത്. നിങ്ങൾ കാര്യം ചെയ്യ്, 6 മൈൽ വിനായകടക്ക് 6 മൈൽ അകന്നടാ. എന്നിട്ട് നടക്ക് വെച്ച് കണ്ടൂടെ? അംഗനവാടി ഒന്ന് പറഞ്ഞ് ഞാനോലെ തലവരയില്ലാത്തോനാ പണ്ടേ ഞാനൊരു വാഴ ഗുണം പിടിക്കാത്തൊരു മോനാ പണ്ടേ ഞാനൊരു വാഴ തലവരയില്ലാത്തോനാ പണ്ടേ ഞാനൊരു വാഴ ഗുണം പിടിക്കാത്തൊരു മോനാ പണ്ടേ ഞാനൊരു വാഴ തരമില്ല +2 തോറ്റേ മയലറിയാൻ എന്തിനു പറ്റേ തരൂല സ്വൈര്യം പറ്റേ വലിച്ചെറിഞ്ഞിട്ടും മൈഗ്രേറ്റായി. ഹലോ, ഒരു 400 മീറ്റർ എക്സ്ട്രാ നടക്കാൻ പറ്റുമോ? 6 മൈലിൽ ഒരു അടി ഞാൻ നടക്കത്തില്ല. എങ്ങനെയെങ്കിലും കൊണ്ടുപോവാ. വെള്ളക്കാരനെ നോക്കി കിളിച്ചേ വെള്ളിപ്പണമില്ല പട്ടിണി തലവരയില്ല പണ്ടേ ഞാനൊരു വാഴ ഗുണം പിടിക്കാത്തൊരു മോനാ പണ്ടേ ഞാനൊരു വാഴ. ഇനി ഇതാണ് നമ്മളെ മീറ്റിംഗ് സ്പോട്ട്. കൊള്ളാം. പൊളി സ്ഥലവും പൊളി പേര്. ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടാ. UK പോയി ഞാൻ സെറ്റിലായി കഴിഞ്ഞാൽ സ്പോർട്സ് വിസയില് നിന്നെ അവിടെ ഞാൻ കൊണ്ടുവയ്ക്കോട്ടെ? വരില്ലേ നീ?
വേണോ? വാടി അവിടെ പോയി സെറ്റിൽ ആവും. എന്നാ നോക്ക. പഠലേ പഹലേ. അങ്ങനെയാണെങ്കിൽ ഞാൻ വേറൊരു കാര്യം കൂടെ ചോദിച്ചോട്ടാ. എന്ത്? നീ എന്തായാലും ചെയ്. അരെ രെ 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 രെ. ഇതെല്ലാം പഠിച്ചെടുത്തിട്ട് ഈ ജന്മത്തിൽ എനിക്ക് UK കാണാൻ പറ്റുമെന്ന് തോന്നുന്നില്ലടി. നീ എന്തേലും കാണിക്കും. ഈ സേ പരീക്ഷയ്ക്ക് എങ്ങനെ തൊട്ട് എന്റെ കൺമുന്നിക്ക് വന്നേക്കല്ലേ? എടി എടി നീ എഴുതി കൊടുത്തോളാടി. എടി അപ്പൊ നീ ഇതുവരെ കുടിച്ചിട്ടില്ലല്ലോ? ഇല്ല. ഇതാണ് നിന്റെ ജീവിതത്തിലെ കന്നിപ്പെഗ്. എടാ ആ ചെക്കനെ നോക്കി പേടിപ്പിക്കല്ലേ. ഞാൻ നിന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് നിന്റെ വെള്ളിയേട്ടൻ കളിയൊക്കെ വീട്ടിൽ വെച്ചാൽ മതിയെന്ന്. ബ്രോ ഇത്തിരി ലഹരിയൊക്കെ ഒന്ന് നോണേടാ. ഞാൻ കൊടുത്ത പിള്ളേരല്ല ഇന്ന് എന്നെക്കാളും വലിയ കൗട്ടകളാ. ബ്രോയും എന്നും നിന്റെ മനസ്സിൽ ഉണ്ടാവണേ. ഓക്കെ അത്ര മതി. ഫോട്ടോ ഇത് ചരിത്ര ദോഷാണ്. അവിടുന്ന് നോണേട്ടെ. का पहली बार അതെ മതി 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 അതിന് കൊടുക്കാം. നീ ഒഴുക്കി സുഖേ നമുക്കിത് കറക്കണം. मुझे लग रहा है कुछ तो कांड भाई. ഇതെന്തിന്റെ എന്റെ കണ്ണി ഒഴിക്കാനാ? വെട്ടിക്കെട്ടി ഒഴിക്കാൻ പറഞ്ഞ പിന്നെ ഒരു 90 അങ്ങോട്ട്. മതി പോലെ നീ ഓവറാവാൻ തുടങ്ങി. ആരാ ഓവറായത്? ബ്രോ അവന്റെ ബ്രോ എന്റെ തന്തേനെ പ്രായം അവിടെ അവളെ അവരൊരു ലഹരി മാഫിയ. എടാ നീയൊക്കെ ശരിക്കുള്ള ലഹരി അടിച്ചോണ്ടാ? നീയൊക്കെ സ്റ്റാമ്പ് അടിച്ചോണ്ടാ? നീയൊക്കെ പൊടി അടിച്ചോണ്ടാ? നോക്കിപ്പൊടിയാ പിടിച്ചോണ്ട് പോകണ്ടോ? എന്റെ കുരുപൊട്ടലുണ്ടോ ഞാൻ പറഞ്ഞേക്കാം. നിന്റെ കുരു ഞാൻ പൊട്ടിച്ചേരാ വൃത്ത. लेकिन they are struggling a lot. Struggling actually very hard, like 6 kilometer walk. Yeah, of course you don't have financial backup. You need a job there. Of course, and if you don't get a job, this is how you struggle. Absolutely. वो लोग सब ऐसे ही चलेंगे यार. एक तो देख, they are not good at studies. मतलब बस उनको निकलना है. They left it. They have no financial backup, nothing. Job. They are not also getting a job. But I'm liking this. वो अभी भी स्टडी में सीरियस. स्टडी वो खुद बोल रहा ना तू तेरे थ्रू में जा. देखो ले आसपास तो सीधा हाथ ही हटा दिया. Like don't make that disgusting sound again. And यहाँ पे पीने के बाद बेनी के कान के नीचे ही दे दिया सीधा. अरे कुछ बोल Let's see how is it gonna go more. Meanwhile, take care. Bye.